ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. സൂറ ഇഖ്ലാസിലെ അവസാനത്തെ 2 ആയത്തുകളുടെ പൊള്ളത്തരമാണ് ഈ വീഡിയോയിൽ നാം പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു സമദ് എന്ന ഖുർആനായത്തിൻ്റെ പൊള്ളത്തരം പരിശോധിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ വീഡിയോയുടെ കീഴിൽ പതിവ് പോലെ ഒരു മുസ്ലിം വന്ന് കരഞ്ഞിരുന്നു. ആ കരച്ചിലിന് മറുപടി കൊടുത്തപ്പോൾ ഉടനെ അയാൾ നിരീശ്വരവാദി കുപ്പായത്തിലേക്ക് മാറുകയും ചെയ്തു. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയാളുടെ കരച്ചിലിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്, ദൈവം നേരിട്ട് സംസാരിച്ചപ്പോൾ ജനം ഭയന്ന് ഉറച്ച കാര്യം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉദ്ധരിച്ചിരുന്നല്ലോ. അതിനോടുള്ള വിമർശനമാണ്. അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇവരിങ്ങനെ കരഞ്ഞു തീർക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങളിങ്ങനെ പറയാൻ കാരണമായ കാര്യങ്ങളെ മാറ്റി ആ നിറഞ്ഞു കവിയുന്ന സ്നേഹം കാണിക്കുന്നതിന് പകരം അത് ശരിയാണല്ലോ എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് എന്ന് തീരുമാനമെടുക്കുന്ന ഒരു മണ്ടൻ ദൈവം എന്ന് പറഞ്ഞായിരുന്നു നിരീശ്വരവാദി കുപ്പായത്തിൽ ഒളിച്ചിരിക്കുന്ന ജിഹാദിയുടെ കരച്ചിൽ. വാസ്തവത്തിൽ ഈ കരച്ചിൽ ഒരു ലോജിക്കൽ ഫാലസിയാണ്. അള്ളാഹുവിൻ്റെ മണ്ടത്തരങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് യഹോവയും അള്ളാഹുവിനെ പോലെയുള്ള ദൈവമാണ് എന്ന് വാദിക്കാൻ ഇവർ നോക്കുന്നത്. പക്ഷെ ആ വാദം വിലപ്പോകില്ല. മനുഷ്യരോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയില്ലെന്നോ അല്ലെങ്കിൽ മറയ്ക്ക് പിന്നിൽ നിന്ന് മാത്രമേ സംസാരിക്കൂ എന്നോ യഹോവ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം അങ്ങനെയല്ല. സന്ദേശം അറിയിക്കുക, അല്ലെങ്കിൽ ഒരു മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ദൂതനെ അയക്കുക എന്നീ രൂപങ്ങളിലല്ലാതെ യാതൊരു മനുഷ്യനോടും അള്ളാഹു സംസാരിക്കുകയില്ല എന്നാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. യഹോവ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ യഹോവയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ നേരിട്ട് സംസാരിക്കേണ്ട എന്ന് ജനങ്ങൾ അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷ മാനിച്ച് പ്രവാചകന്മാരിലൂടെ സംസാരിക്കാനും യഹോവയ്ക്കൊരു പ്രശ്നവും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? യഹോവ ഇതൊന്നും തീരുമാനം എടുത്താൽ തീരുമാനം മാറ്റിയതൊന്നുമല്ല. ഏത് വിധത്തിൽ വേണമെങ്കിലും യഹോവയ്ക്ക് ജനങ്ങളുമായിട്ട് ഇടപെടാം. അത് നേരിട്ട് വേണമെങ്കിൽ നേരിട്ടാകാം, അല്ല പ്രവാചകന്മാർ മുഖാന്തരമാണെങ്കിൽ അങ്ങനെയാകാം. അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അള്ളാഹു ഒരിക്കലും ജനങ്ങളുടെ മുമ്പാകെ നേരിട്ട് പ്രത്യക്ഷപ്പെടില്ല എന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ്. മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൂതം മുഖാന്തരം സന്ദേശം അറിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും നേരിട്ട് അള്ളാഹു ഇടപെടുന്നില്ല. പിന്നെ അടുത്ത ആരോപണം, യഹോവ സംസാരിച്ചപ്പോൾ ജനങ്ങൾ ഭയപ്പെടുന്നതിന് കാരണമായ കാര്യങ്ങളെ മാറ്റി നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിൽ യഹോവ ജനങ്ങളോട് സംസാരിച്ചില്ല എന്നതാണ്. ഇതിനെല്ലാം വിശദമായ മറുപടി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ കമൻറ്റ് ചെയ്യാൻ നിൽക്കാഞ്ഞത്. ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്നതിനെക്കുറിച്ച് മുഹമ്മദിന് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും മുഹമ്മദിൻ്റെ ഫാൻസായ മുസ്ലിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു ബോധവും ഉണ്ടാകില്ല. മുഹമ്മദ് ഫാൻസ് അസോസിയേഷൻ വിട്ടുപോയ മുസ്ലിങ്ങളുടെ അവസ്ഥയും അത് തന്നെയാണ്. ഒരു എക്സ് മുസ്ലിം നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാലും ദൈവബോധം എന്ന് പറയുന്ന സംഗതി ഇല്ല. ദൈവത്തെക്കുറിച്ച് മുഹമ്മദ് എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് ഇവർ ചെറുപ്പത്തിലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ അതാണെന്നുള്ളൊരു ധാരണയിലാണ് ഇവരിയ്ക്കുന്നത്. അള്ളാഹുവിൻ്റെ മണ്ടത്തരങ്ങളൊക്കെ പൊളിക്കുമ്പോൾ ഇവരുടെ വിചാരം ദൈവം ഇങ്ങനെയുള്ളവരാണ്, ദൈവത്തിൻ്റെ മണ്ടത്തരങ്ങളാണ് ഞങ്ങൾ പൊളിക്കുന്നതെന്ന്. അത് തെറ്റാണ്. അത് തെറ്റാണെന്നുള്ള കാര്യം ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഈ ആരോപണം തന്നെ നോക്കാം. ഇവരിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, അതായത് ജനങ്ങളോട് സാധാരണഗതിയിൽ വന്ന് യഹോവ സംസാരിച്ചില്ല, യഹോവ സ്നേഹത്തോടു കൂടി വന്ന് സംസാരിച്ചില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. ആ ആരോപണം നമുക്ക് നോക്കാം. ബൈബിൾ പ്രകാരം മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനസമൂഹത്തോട് ഒന്നാകെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സംസാരിക്കുന്നത്. അതിനു മുമ്പ് വ്യക്തികളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ആദാമിനോടും കായീനോടും ഹാനോക്കിനോടും നോഹയോടും അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഹാഗാറിനോടും മോശയോടും അഹരോനോടുമൊക്കെ ദൈവം നേരിട്ട് സംസാരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന ഒരു ജനക്കൂട്ടത്തിനോട് ദൈവം നേരിട്ട് സംസാരിച്ചതായി നാം അതിനു മുമ്പ് ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. അതുപോലെ വ്യക്തികൾക്ക് ദൈവം ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളുമൊക്കെ കൊടുത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചു എന്നാണ്. ചില വ്യക്തികൾക്ക് ദൈവം നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്തിരുന്നെങ്കിലും ഒരു സമൂഹത്തിന് ഒന്നാകെ,
അതുവരെ അങ്ങനെ ഒരു കാര്യം നൽകിയിരുന്നില്ല. ആദ്യമായിട്ട് അത് ലഭിക്കുന്നത് ഇസ്രായേലിനാണ്. ബൈബിൾ അനുസരിച്ച് മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രായേലിന് ന്യായപ്രമാണം നൽകപ്പെട്ടത്. നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നതിലൂടെ, അഥവാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ മനുഷ്യന് പാപമോചനം ലഭിക്കുകയില്ല എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞത്. ഇതൊക്കെ പാലിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഇസ്രായേലിൻ്റെ ചരിത്രം അവൻ്റെ മുമ്പിലുള്ളത് കൊണ്ടാണ്. ഇസ്രായേലിനെ കണ്ടിട്ടാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും പാപങ്ങൾ മോചിക്കപ്പെടുകയില്ല. അവിടെ അങ്ങനെയുള്ള ഒരു പാപമോചനത്തിന് വേണ്ടി ശ്രമിച്ചാൽ മനുഷ്യൻ പരാജയപ്പെടുകയേ ഉള്ളൂ, ഒരിക്കലും അവന് വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് ബാക്കി മനുഷ്യരെല്ലാം കണ്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത് ഈ ഇസ്രായേൽ ഇത് പാലിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതായത് ദശലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു വലിയ സമൂഹത്തോട് ദൈവം ആദ്യമായി സംസാരിക്കുന്നു. ആ ഒരു സമൂഹത്തിന് ദൈവം നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും നൽകുന്നു. ഇങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഇവൻ്റെയൊക്കെ കൂട്ടുകാർ ഇവൻ്റെ തോളി കൈയിട്ട് നടന്നുകൊണ്ട് സംസാരിക്കുന്നത് പോലെ സിമ്പിളായിരിക്കണം എന്നാണ് ഇവൻ പറയുന്നത്. ചിന്താശേഷി 7 അയലത്തുകൂടി പോയിട്ടില്ലാത്തതിൻ്റെ കുഴപ്പമാണിത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വരികയാണെങ്കിൽ പോലും എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയാം. അതിൻ്റേതായ കോലാഹലങ്ങളെല്ലാം അവിടെ കാണും. ഇവിടെ മുഖ്യമന്ത്രിയല്ല വന്നത്, അതിനേക്കാൾ വലിയ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമല്ല, അല്ലെങ്കിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുമല്ല. അങ്ങനെ ഒരാളില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടെന്ന് വെച്ചോ, ഒരു ഭൂഖണ്ഡത്തിൻ്റെ മൊത്തം അങ്ങനത്തെ ഒരാളുമല്ല. അതല്ലെങ്കിൽ ഭൂമിയുടെ മൊത്തം ഭരണാധികാരി, അങ്ങനെയും ഒരാളില്ലെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുക, അയാളുമല്ല. അല്ലെങ്കിൽ ഈ ഭൂമി ഉൾപ്പെട്ട് നിൽക്കുന്ന സൗരയൂഥത്തിൻ്റെ ഇൻചാർജ് വഹിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ സൗരയൂഥം ഉൾപ്പെടുന്ന മിൽക്കി വേയുടെ ഇൻചാർജുള്ള ആൾ, അങ്ങനെയൊന്നും ആരില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, ഈ വന്ന ആളുടെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ മിൽക്കി വേയുടെ ഇൻചാർജുള്ള ആളല്ല, അതിൻ്റെ അപ്പുറത്ത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവും പരിപാലകനുമായിരിക്കുന്നവനാണ് ദശലക്ഷക്കണക്കിന് വരുന്ന ഒരു മനുഷ്യ സമുദായത്തിൻ്റെ മുമ്പാകെ ആദ്യമായി ഇറങ്ങി വരുന്നത്. ആ വരവ് ഇവൻ്റെ അയൽവക്കത്തുള്ള ബീരാനിക്ക ഇവൻ്റെ വീട്ടിലേക്ക് സൗഹൃദ സംഭാഷണത്തിന് വരുന്നത് പോലെ വരണമെന്നാണ് ഇവൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ട് ഇവൻ പറയുന്നതിൻ്റെ ആ വിവരക്കേട് എത്രത്തോളമാണെന്ന്. ദൈവത്തെക്കുറിച്ച് അല്പമെങ്കിലും ജ്ഞാനമുള്ള ഒരാൾ ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം പറയാൻ നിൽക്കില്ല. മുസ്ലിങ്ങൾക്ക് ദൈവബോധമില്ല, സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവുമില്ല. അതുകൊണ്ടാണ് അള്ളാനെ രക്ഷിച്ചെടുക്കാമെന്ന വ്യാമോഹത്തോടെ ഇങ്ങനെയുള്ള വികല ന്യായവുമായിട്ട് അവർ വരുന്നത്. ഇനി ഇവൻ പറയുന്നത് പോലെ ദൈവം വന്നെന്ന് വെച്ചോ, ദൈവത്തിൻ്റെ അധികാരവും തേജസ്സും മഹത്വവും ഒക്കെ മാറ്റിവെച്ച് സാധാരണ മനുഷ്യർ വരുന്നത് പോലെ ദൈവം വന്നെന്ന് വെച്ചോ, ആരെങ്കിലും ആ ദൈവത്തിന് വല്ല വിലയും കൊടുക്കുമോ? വന്നവൻ ദൈവമാണെന്നെങ്കിലും ഇവർ അംഗീകരിക്കുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവൻ പോലും അംഗീകരിക്കില്ല. അന്നത്തെ ഇസ്രായേൽ ജനം പോട്ടെ, ഈ പറയുന്ന ഇവൻ പോലും അംഗീകരിക്കില്ല. ഇത്ര ഉറപ്പോടെ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൻ്റെ പകുതി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കാൻ വേണ്ടി സാധാരണയായി മുസ്ലിങ്ങൾ എപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബൈബിളിലെ ചില വാക്യങ്ങളിൽ ഒന്നിതാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ വാക്യം ഉദ്ധരിച്ചിട്ട് അവർ ചോദിക്കും, യേശുക്രിസ്തുവിനെ എല്ലാവരും കണ്ടില്ലേ? കണ്ടല്ലോ. അപ്പോൾ യേശുക്രിസ്തു എങ്ങനെയാണ് ദൈവമാകുന്നത്? ഇത് നമ്മുടെ ക്രിസ്ത്യൻ പിള്ളേരെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഇവരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. വാസ്തവത്തിൽ 18-ാം വാക്യം ഇവർ പൂർണ്ണമായിട്ടും ഉദ്ധരിക്കുന്നില്ല, പൂർണ്ണമായിട്ട് പറയുകയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ആ വാക്യം പൂർണ്ണമായും ഉദ്ധരിക്കാത്തത്. യോഹന്നാൻ 1:18 പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ബൈബിൾ വാക്യമാണിത്. ദൈവത്തെ ദൈവമായിരിക്കുന്ന ആ അവസ്ഥയിൽ, ആ തേജസ്സോടുകൂടെ, ആ മഹത്വത്തോടുകൂടെ ആരും കണ്ടിട്ടില്ല. ആരും എന്ന് പറഞ്ഞത് മനുഷ്യനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ. ദൈവദൂതന്മാരടക്കം ആരും ദൈവത്തെ ദൈവമായിരിക്കുന്ന ആ അവസ്ഥയിൽ, ആ പൂർണ്ണ പ്രഭാവത്തോടുകൂടെ, ആ സമ്പൂർണ്ണ തേജസ്സോടുകൂടെ, മഹത്വത്തോടുകൂടെ, അധികാരത്തോടുകൂടെ, പ്രഭാവത്തോടുകൂടെ ഒരാളും കണ്ടിട്ടില്ല. സ്രഷ്ടാവിനെ സ്രഷ്ടാവിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടെ കാണുവാൻ സൃഷ്ടികൾക്ക് സാധിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ?
പരിപൂർണ തേജസ്സോടും മഹത്വത്തോടും കൂടെ ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്തവനാണ് ദൈവം. ആ ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത് യേശുക്രിസ്തു ആണെന്നാണ് ആ വാക്യം പറയുന്നത്. യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൽ ദൈവത്തിനെ വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെല്ലാം ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിനെ വെളിപ്പെടുത്തിയവൻ. ദൈവത്തിനെക്കുറിച്ച് വെളിപ്പെടുത്താൻ ദൈവവിശ്വാസികളായ ആർക്കും കഴിയും. മാലാഖമാരോ മനുഷ്യരോ ആയ ആർക്കും അത് സാധിക്കും. എന്നാൽ ദൈവത്തിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇപ്പോൾ എന്നെക്കുറിച്ച് വെളിപ്പെടുത്താൻ എന്നെ അറിയാവുന്ന ആർക്ക് സാധിക്കും? എൻ്റെ സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ബന്ധുജനങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും എന്നെക്കുറിച്ച് വെളിപ്പെടുത്താൻ സാധിക്കും. എന്നാൽ എന്നെ വെളിപ്പെടുത്താൻ അതെനിക്ക് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. നിങ്ങളുടെ കാര്യത്തിൽ അതങ്ങനെ തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ കഴിയുന്ന അനേകരുണ്ടാകാം. എന്നാൽ നിങ്ങളെ വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താം, പക്ഷെ നിങ്ങളെ വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഈ ഒരു തിരിച്ചറിവോടുകൂടി യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നല്ല, അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തിനെ യേശുക്രിസ്തു വെളിപ്പെടുത്തി എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നവനാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ദൈവത്തെ വെളിപ്പെടുത്താൻ സാധിച്ചത്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നുള്ളതിനെ അവൻ പരിഹസിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന കഥ ഈ കളിക്കുടുക്കയിൽ മാത്രമല്ല ഉള്ളത്. കളിക്കുടുക്കയാണ് മികച്ചത്, ബാലരമ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ലോജിക്കാണ് നിങ്ങൾക്കുള്ളതെന്നാണ് അവൻ പറയുന്നത്. സത്യം പറയാലോ, അവൻ ലോജിക്കെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അമ്പരപ്പ് തോന്നി. കാരണം മുഹമ്മദ് ഫാൻസ് അസോസിയേഷൻകാർ ലോജിക്കെന്നൊക്കെ പറയാൻ പഠിച്ചല്ലോ എന്നോർത്താണ് എനിക്ക് അമ്പരപ്പുണ്ടായത്. വാസ്തവത്തിൽ അവൻ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അതൊരു ലോജിക്കൽ ഫാലസിയാണ്. ഒരാളുടെ കയ്യിൽ ഇതുവരെ കിട്ടിയ 500-ൻ്റെ നോട്ടുകളെല്ലാം കള്ളനോട്ടുകളായതുകൊണ്ട് ഇന്ത്യൻ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഒറിജിനൽ 500-ൻ്റെ കറൻസി നോട്ടില്ല. 500-ൻ്റെ നോട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ വ്യാജനായിരിക്കുമെന്നൊരാൾ പറയുന്നത് എത്രമാത്രം വിവരക്കേടാണോ അതിനേക്കാൾ ഒട്ടും കുറഞ്ഞ വിവരക്കേടല്ല അവനാ പറഞ്ഞിരിക്കുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ച കഥകൾ പല മതങ്ങളിലും ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്നവനല്ല യേശുക്രിസ്തു എന്ന് പറയാൻ ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? മറ്റ് ഗ്രന്ഥങ്ങളിലുള്ള കഥകൾ പരിശോധിച്ച് നോക്കിയിട്ടല്ല ദൈവം മനുഷ്യനായി വന്നവനാണ് യേശുക്രിസ്തു എന്നുള്ള അവകാശവാദത്തെ വിലയിരുത്തേണ്ടത്. മറിച്ച് ബൈബിൾ പരിശോധിച്ച് നോക്കിയിട്ടായിരിക്കണം എന്നുള്ള അടിസ്ഥാന വിവരം പോലും ഇവർക്കില്ല. കള്ളനോട്ടുകൾ പരിശോധിച്ച് നോക്കിയിട്ടല്ല ഒറിജിനൽ നോട്ടിൻ്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത്, മറിച്ച് ഒറിജിനൽ നോട്ട് പരിശോധിച്ച് നോക്കിയിട്ടായിരിക്കണം. ദൈവം മനുഷ്യനായി വന്ന മറ്റ് ഗ്രന്ഥങ്ങളിലെ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ ചരിത്രപരമായ ആധികാരികത ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ ആധികാരികത ഉള്ളതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ നിഷേധിക്കാൻ പിശാച് കഠിനമായി ശ്രമിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രപരമായ ആധികാരികതയുടെ 1000-ൽ 1 പോലുമില്ലാത്ത ഒരൊറ്റ മതസ്ഥാപകൻ്റെയും ചരിത്രപരതയെ ഒരു നിരീശ്വരവാദിയും ചോദ്യം ചെയ്യാറില്ല. എന്നാൽ ഏതൊരു ചരിത്രപുരുഷനേക്കാളും ആധികാരികതയുള്ള യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ മാത്രം അത് ചോദ്യം ചെയ്യാൻ ചരിത്രബോധമില്ലാത്ത നിരീശ്വരവാദികളെ പിശാച് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം പെട്ടെന്നൊരു തോന്നലിന് മനുഷ്യനായി വന്നതാണെന്നല്ല ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ച് ദൈവത്തിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി, എന്നാൽ ശരി ഇനി അങ്ങ് മനുഷ്യനായിട്ട് വന്നേക്കാം എന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ ആ വരവിനെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിനും 1.5 സഹസ്രാബ്ദം മുമ്പേ അതെല്ലാം രേഖയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയാണ് ജനിക്കുക, എങ്ങനെയാണ് ജനിക്കുക, ആരിൽ നിന്നാണ് ജനിക്കുക തുടങ്ങി എല്ലാ കാര്യങ്ങളും മുൻപേ പ്രവചിക്കപ്പെട്ടിരുന്നു, എഴുതപ്പെട്ടിരുന്നു. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. എൻ്റെ ചെറുപ്പത്തിൽ E.K. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി, അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, രാജീവ് ഗാന്ധി ആണോ അതോ VP സിംഗ്, അങ്ങനെ ആരാണെന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി സംസ്ഥാന ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിക്കാതെ പെട്ടെന്ന് കേരളത്തിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. ഡൽഹിയിൽ നിന്ന് വിമാനം കയറുന്നതിന് തൊട്ട് മുമ്പാണ് കേരളത്തെ അറിയിക്കുന്നത് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന്. പിന്നെ ആകെ തിക്കും തിരക്കും ബഹളമായി. അപ്രതീക്ഷിതമായൊരു വരവായതുകൊണ്ട് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. കേരള സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ച് ഡൽഹിക്ക് പോയതിന് ശേഷം ഇവിടുത്തെ പത്രങ്ങൾ അതൊരു വീഴ്ചയാക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. പ്രോട്ടോകോൾ പാലിച്ചില്ല, സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇവിടെ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പത്രക്കാർ വിവാദം ഉണ്ടാക്കിയത്. അതിനന്ന് E.K. നായനാർ പറഞ്ഞ മറുപടി ഇതായിരുന്നു. ഒരു പക്ഷേ
പ്രായമുള്ള പലർക്കും ഓർമ്മ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇങ്ങനെയാണ് പറഞ്ഞത്, പടച്ചോനായാലും പറഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. നയനാരത് തമാശ കലർത്തി പറഞ്ഞതാണെങ്കിലും 100% സത്യമായ പ്രസ്താവനയാണത്. പടച്ചോനായാലും ശരി പറഞ്ഞിട്ടേ വരാവൂ. അങ്ങനെ പറഞ്ഞിട്ട് വന്ന ഒരേ ഒരു പടച്ചോൻ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തു മാത്രമാണ്. പഴയ നിയമം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള 100 കണക്കിന് പ്രവചനങ്ങൾ. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള പ്രവചനം മുതൽ അവസാന പുസ്തകമായ മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ കാണുന്ന രോഗോപശാന്തിയോടുകൂടെ ഉദിക്കാനിരിക്കുന്ന നീതിസൂര്യനെക്കുറിച്ചുള്ള പ്രവചനം വരെ ഇങ്ങനെ നിരന്നു കിടക്കുകയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ബൈബിളിനകത്ത്, പഴയ നിയമത്തിൽ. ഈ പ്രവചനങ്ങൾക്കനുസൃതമായാണ് യേശുക്രിസ്തു ജനിച്ചത്, ജീവിച്ചത്, ഉപദേശിച്ചത്, മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, ഇനി വീണ്ടും വരാൻ പോകുന്നത് എല്ലാം തന്നെ. യേശുക്രിസ്തു മനുഷ്യരോട് ഇടപെട്ടത് സ്രഷ്ടാവ് സൃഷ്ടിയോട് ഇടപെടുന്നത് പോലെ ഭയങ്കരത്വം ജനിപ്പിക്കുന്ന വിധത്തിലായിരുന്നില്ല. ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതനോട് ഇടപെടുന്നത് പോലെയായിരുന്നു. യേശുക്രിസ്തു തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയുടെ കീഴിൽ കമൻ്റ് ഇട്ട ആ ചങ്ങാതി പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഭയങ്കരത്വമൊക്കെ മാറ്റിവെച്ച് തികച്ചും സ്നേഹത്തോടു കൂടി മാത്രമാണ് യേശുക്രിസ്തു ഇടപെട്ടത്. എന്നിട്ട് ആ യേശുക്രിസ്തുവിനെ അവൻ ദൈവമായി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അവൻ പരിഹസിക്കുകയും ചെയ്യും. ഒരു ദൈവം ഇങ്ങനെയൊക്കെയാണോ ഇടപെടുക എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യരെ പോലെ സംസാരിക്കുന്നു, മനുഷ്യരെ പോലെ പെരുമാറുന്നു, മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുന്നു, മനുഷ്യരെ പോലെ ഉറങ്ങുന്നു. ഇതൊക്കെ ഒരു ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നാണ് അവൻ്റെയൊക്കെ പരിഹാസം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ദൈവം താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങി വന്നാൽ ഇവന്മാർ പറയും, അയ്യോ പാവം മനുഷ്യരോട് ഇങ്ങനെയാണോ ഒരു ദൈവം ഇടപെടേണ്ടത്? അവർ ഭയന്ന് കുറച്ച് ചാവില്ലേ? അവരെ ഭയപ്പെടുത്തുന്നതിന് പകരം നിറഞ്ഞു കവിയുന്ന സ്നേഹത്തോടെ അവരോട് ഇടപെടുകയല്ലേ വേണ്ടത് എന്ന്. എന്നാൽ മനുഷ്യരിൽ ഭയമുളവാക്കാത്ത വിധം തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരനായി ദൈവം ഇറങ്ങി വന്നാൽ ഇതേ ടീമുകൾ ചോദിക്കും, അയ്യേ ഒരു ദൈവം ഇങ്ങനെയൊക്കെയാണോ ഇടപെടുന്നതെന്ന്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ബൈബിളിലെ സത്യദൈവത്തെ അംഗീകരിക്കാൻ ഇവർക്ക് മനസ്സില്ല. ഇവരുടെ ഉള്ളിൽ കുട്ടിക്കാലത്തെ കിട്ടിയ ഒരു ദൈവസങ്കല്പമുണ്ട്. എഴുത്തും വായനയും അറിയാത്ത അപരിഷ്കൃതനും ക്രൂരനുമായ 7-ാം നൂറ്റാണ്ടിലെ ഒരു അറബിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ദൈവസങ്കല്പം. ശത്രുവിനെ സ്നേഹിക്കാനും ശത്രുവിനോട് ക്ഷമിക്കാനും പറയുന്ന സത്യദൈവത്തേക്കാൾ ഇക്കൂട്ടർക്കിഷ്ടം ശത്രുവിനെ പകയ്ക്കാനും ശത്രുവിനെ നിഗ്രഹിക്കാനും പറയുന്ന കാട്ടറബികളുടെ ആ ഗോത്രദൈവ സങ്കല്പമാണ്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകാത്ത അമുസ്ലിങ്ങളെ കൊല്ലാനും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചെടുക്കാനും അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കാനും കൽപ്പിച്ച, എത്ര സ്ത്രീകളെ വേണമെങ്കിലും കെട്ടിക്കൊള്ളാൻ അനുവാദം കൊടുത്തിട്ടുള്ള, സ്വർഗത്തിൽ ചെന്നാൽ ഒരിക്കലും താഴാത്ത ലിംഗവും പിന്നെ കുറേ ഹൂറികളെയും വീഞ്ഞിൻ്റെയും മദ്യത്തിൻ്റെയും പുഴകളും സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞ് ഇവരുടെ ജഡിക മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അള്ളാഹുവിനെയാണ് ഇവർക്കിഷ്ടം. അല്ലാതെ സ്വർഗത്തിൽ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് കൊടുക്കപ്പെടുകയോ ചെയ്യുന്നില്ല, എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആകുകയത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ, മോഹത്തോടുകൂടി സ്ത്രീകളെ നോക്കുന്നവനെല്ലാം അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് പഠിപ്പിച്ച, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക എന്ന് പഠിപ്പിച്ച സത്യദൈവത്തെ വിശ്വസിക്കാനോ അനുസരിക്കാനോ ഇവർക്കൊട്ടും ഇഷ്ടമില്ല. ഇവർക്ക് വേണ്ടത് ഇവരുടെ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ അനുവദിക്കുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ്. ഇത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല, ഒരുമാതിരി മനുഷ്യരും ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് പറ്റിയ, തങ്ങളുടെ ജഡികേച്ഛകൾ നിറവേറ്റുന്നതിന് തടസ്സം നിൽക്കാത്ത ഒരു ദൈവം വേണമെന്നാണ്. അതുകൊണ്ടാണ് സത്യദൈവത്തെ അന്വേഷിക്കുകയും അനുഗമിക്കുകയും ചെയ്യാൻ അധികം ആളുകൾ ലോകത്തില്ലാത്തത്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിൻ്റെ പുറകിലെ കാരണവും ഇതാണ്. മോശെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി 40 രാവും 40 പകലും ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ താഴെയുള്ള ജനം അഹരോനോട് പറയുകയാണ്, മാസം 1 കഴിഞ്ഞു, മോശയെ കാണാനില്ല, അവൻ മരിച്ചെന്ന് തോന്നുന്നു, ഞങ്ങളെ നയിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ നീ ഉണ്ടാക്കി തരണം എന്ന് അഹരോനോട് പറയുകയാണ്. അഹരോൻ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി മൂശയിലിട്ട് ഉരുക്കിയെടുത്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ജനം പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദൈവം എന്ന്.
അവർ ആഗ്രഹിച്ചിരുന്നത് തങ്ങൾക്ക് ഇങ്ങോട്ട് കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും തന്ന് അത് അനുസരിച്ച് നടക്കാൻ തങ്ങളോട് കൽപ്പിക്കുന്ന ഒരു ദൈവത്തേക്കാൾ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കാത്ത, തങ്ങൾക്കിഷ്ടമില്ലാത്ത യാതൊന്നും തങ്ങളോട് കൽപ്പിക്കാത്ത, തങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് യാതൊരു എതിരും പറയാത്ത ഒരു ദൈവത്താൽ നയിക്കപ്പെടാനാണ്. സാധാരണഗതിയിലുള്ള മനുഷ്യരാശിയുടെ ചിത്രമാണത്. നിരീശ്വരവാദികളും ഈ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തരല്ല. താൻ തന്നെ തൻ്റെ ദൈവമായിരിക്കണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതായത് തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കണം, അതിനപ്പുറത്ത് തന്നെ നിയന്ത്രിക്കാൻ ഒരു ദൈവം ഉണ്ടാകരുത് എന്നവരാഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ ഈ ചിന്താഗതിയെ സമർത്ഥമായി മുതലെടുക്കുകയാണ് പിശാച് ചെയ്തിട്ടുള്ളത്. പിശാചിൻ്റെ ആ കെണിയിൽ ഈ ചങ്ങാതി വീണ് കിടക്കുന്നതുകൊണ്ടാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള ഇത്തരം ന്യായവുമായി വരുന്നത്. അല്ലാതെ അതിൽ വേറെ കഴമ്പൊന്നുമില്ല. മനസ്സിലായോ? ഈ കൈതമുള്ളു പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവത്തിൻ്റെ ആ എല്ലാ മഹത്വത്തോടുകൂടെ ഇറങ്ങി, എല്ലാ മഹത്വത്തോടുകൂടെ അല്ല, മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് വിഷയീഭവിക്കുന്ന വിധത്തിലുള്ള ആ മഹത്വം, ആ ഒരു ലെവലിലേക്ക് താണ് ഇറങ്ങി വന്നാൽ പോലും യുവമാർ പറയും, അയ്യോ ദൈവം ഇങ്ങനെയാണോ വരേണ്ടത്, മനുഷ്യരൊക്കെ പേടിച്ച് പറിച്ച് ചാവില്ലെന്ന്. ഇനി അതൊന്നുമില്ലാതെ എല്ലാ തേജസ്സും മാറ്റിക്കളഞ്ഞ് സാധാരണ മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴും അതിന് പരിഹാസമായിട്ട് വരും. അതായത് ഇവരുടെ ഉള്ളിൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല, ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ന്യായം പറയുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഇത്തരം കമൻറ്റുകൾ അത് അവരുടെ വിവരക്കേട് തുറന്നു കാണിക്കുന്നു, അറിവില്ലായ്മ വെളിപ്പെടുത്തുന്നു, ദൈവബോധമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച്, സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനക്കുറവ് അല്ലെങ്കിൽ പരിജ്ഞാനമില്ലായ്മ, കുറവല്ല, ഇല്ല. അത് കുറവെന്ന് പറഞ്ഞാൽ പിന്നെ ഇത്തിരിയെങ്കിലും ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇതില്ല, പരിജ്ഞാനമില്ല. അതാണ് കാരണം. ഇവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധം എന്ന് പറയുന്നത് മദ്രസയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അത് 7-ാം നൂറ്റാണ്ടിലെ നിരക്ഷരനായ, അപരിഷ്കൃതനായ, തിയോളജി എന്താണെന്ന് യാതൊരു പിടിയുമില്ലാത്ത ഒരു മനുഷ്യൻ അയാളുടെ തോന്നലുകൾക്കനുസരിച്ച് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അല്ലാതെ സത്യദൈവത്തെക്കുറിച്ചുള്ള കാര്യമല്ല. അപ്പോൾ അവരത് ചെറുപ്പത്തിലേ പഠിച്ചു വന്നിട്ട് അവരുടെ ധാരണ അതാണ് ദൈവം. ഇനി അത് ഉപേക്ഷിച്ച് പോന്നു കഴിഞ്ഞാൽ അവൻ്റെ വിചാരം അതാണ്. ദൈവവിശ്വാസികൾ ദൈവത്തെക്കുറിച്ച് ഇത്രയും പറയുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഇസ്ലാമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് അവരുടെ വിചാരം. ഒരു എക്സ് മുസ്ലിം ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു, ആദ്യ യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കുറേ അറിവുണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് കിട്ടി. കൂടുതൽ പുസ്തകങ്ങൾ അവരിലുണ്ടല്ലോ, യഹൂദന്മാരിൽ ഇല്ലാത്ത പുസ്തകങ്ങൾ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അറിവ് മുസ്ലിങ്ങൾക്ക് കിട്ടി. കാരണം മുസ്ലിങ്ങൾക്ക് ഇതുമുണ്ട്, പിന്നെ ഖുർആനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉന്നതമായ ദൈവസങ്കല്പം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ളതാണ്. അത് തന്നെ ഇത്ര പൊട്ടത്തെറ്റാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് പറയണമെന്നാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് പറയാനാണ്? വിവരക്കേടിൻ്റെ അങ്ങേയറ്റം എന്നല്ലാതെ വേറെ ഒന്നും ഇതിന് ഒരു മറുപടിയും നമുക്ക് കൊടുക്കാനില്ല. വാസ്തവത്തിൽ അറിവില്ലായ്മയാണ് വിളിച്ചു പറഞ്ഞത്. ഏതായാലും നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. സൂറ ഇഖ്ലാസിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അടുത്ത അവകാശവാദം, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല എന്നതാണല്ലോ. ഇത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വാസ്തവത്തിൽ പതിവ് പോലെ ഇതും വെറും ഒരു തള്ളു മാത്രമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അള്ളാഹു എന്ന ദൈവസങ്കല്പം മുഹമ്മദ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഖുറൈശികൾക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. പ്രാചീന കാലത്തെ മധ്യപൂർവ്വ ദേശത്തെല്ലായിടത്തും ചന്ദ്രദൈവാരാധന നിലനിന്നിരുന്നു. തുർക്കി മുതൽ നൈൽ നദിയുടെ തീരം വരെ ചന്ദ്രദൈവാരാധനയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. സുമേറിയയിൽ നിന്നും കുഴിച്ചെടുത്ത 100 കണക്കിന് കളിമൺ ഫലകങ്ങളിൽ ഈ ചന്ദ്രദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ബൈബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് പുറത്തുള്ളവർ യുദ്ധത്തിന് പോകുമ്പോൾ തങ്ങളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ കുതിരകളുടെ കഴുത്തിലോ ചന്ദ്രക്കലകൾ ധരിച്ചിരുന്നതായി ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21-ലും 8-ന്റെ 26-ലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്ന ആളുകൾ അവരുടെ ദേവന്മാരുടെ ഒരു രൂപം അത് തങ്ങളുടെ ശരീരത്തിൽ മാലയായിട്ടിടുകയോ അല്ലെങ്കിൽ കുതിരകളുടെയൊക്കെ കഴുത്തിൽ കെട്ടിയിടുകയോ ചെയ്യും. അത് ആ ദേവൻ്റെ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ചന്ദ്രദേവനെ ആരാധിക്കുന്ന ഈ പരിപാടി ആ പ്രദേശങ്ങളിൽ പണ്ട് മുതലേ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ നിലനിന്നിരുന്ന ഒന്നാണ്. മനസ്സിലായോ? അത് അവിടെ സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നു. അറേബ്യയുടെ പല ഭാഗത്തു നിന്നും കണ്ടെടുത്ത ഫലകങ്ങളിൽ അള്ളാഹയുടെ പുത്രിമാരായ ലാത്ത, ഉസ, മനാത്ത എന്നിവരെ ചിത്രീകരിച്ചതായിട്ട് നമുക്കറിയാം. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളത് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തലയുടെ മുകളിൽ ചിത്രീകരിച്ചിട്ടുള്ള ചന്ദ്രക്കല വിരൽ ചൂണ്ടുന്നത് ചന്ദ്രദേവൻ ആയിരുന്നു ഈ ദേവിമാരുടെയൊക്കെ പ്രധാന ദൈവം എന്ന നിഗമനത്തിലേക്കാണ്. എല്ലാ മുസ്ലിം പള്ളികളുടെ മുകളിലും ഇസ്ലാമിക രാജ്യങ്ങളുടെ പതാകകളിലും ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായി ചന്ദ്രക്കല സ്ഥാനം പിടിച്ചതിന് പിന്നിൽ ഈ പ്രാകൃത ദേവൻ്റെ സ്വാധീനമാണ് ഉള്ളത്. അറേബ്യയിലെ ഖുറൈശികൾ ആരാധിച്ചു വന്നിരുന്ന ഖുറൈശി ഗോത്രത്തിൻ്റെ കുലദൈവമായിരുന്ന ചന്ദ്രദേവൻ അള്ളാഹുവിന്
3 പെൺമക്കൾ ഉണ്ടായിരുന്നുവെന്നത് ചരിത്രത്തിൻ്റെ നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. നൂറ്റാണ്ടുകളായി അറബികൾ അള്ളാഹുവിനോട് മാത്രമല്ല അള്ളാഹുവിൻ്റെ പെൺമക്കളായ ലാത്തയോടും ഉസയോടും മനാത്തയോടും പ്രാർത്ഥിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു വന്നിരുന്നു. അള്ളാഹ്ക്ക് 3 പെൺമക്കളുണ്ടെന്നുള്ള അറബികളുടെ വിശ്വാസത്തിൽ അള്ളാഹ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകളായി അള്ളാഹ് ഒരിക്കൽ പോലും അറബികളുടെ ഈ വിശ്വാസത്തിനെതിരായി ഒരാളിലൂടെയും ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് മക്കളില്ല, മക്കളെ ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തവനാണ് ഞാൻ, എനിക്ക് 3 മക്കളുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് മുഹമ്മദിന് മുമ്പ് അള്ളാഹു ഒരൊറ്റ അറബിയോടും ചോദിച്ചിട്ടില്ല. അന്ന് അള്ളാഹു വെറുമൊരു ലോക്കൽ ഗോത്രദേവൻ മാത്രമായിരുന്നു എന്നോർക്കണം. അങ്ങനെ ലോക്കൽ ഗോത്രദേവനായിരിക്കുന്ന കാലത്ത് 3 പെൺമക്കളുള്ള കാര്യം ഒരു അപമാനകരമായ സംഗതിയായി അള്ളാഹുവിന് തോന്നിയിരുന്നതേയില്ല. എന്നാൽ കാലം മാറി. അള്ളാഹുവിൻ്റെ സ്വയം പ്രഖ്യാപിത പ്രവാചകനായി മുഹമ്മദ് രംഗത്ത് വന്നു. മുഹമ്മദ് വന്നതോടുകൂടി അള്ളാഹുവിൻ്റെ സ്റ്റാറ്റസ് മാറി. ഖുറൈശി ഗോത്രത്തിൻ്റെ കുലദൈവം മാത്രമായിരുന്ന അള്ളാഹുവിന് പ്രൊമോഷൻ കിട്ടി ഇൻ്റർനാഷണൽ ദൈവമായി മാറുകയാണ്. മുഹമ്മദ് അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ ലോക്കൽ ദൈവത്തിൽ നിന്നും ഇൻ്റർനാഷണൽ ദൈവമാക്കി മാറ്റാൻ ഈ 3 പെൺമക്കൾ ഒരു തടസ്സമാണെന്ന് മുഹമ്മദിന് മനസ്സിലായി. കാരണം മുഹമ്മദ് 7-ാം നൂറ്റാണ്ടിലെ ഒരു അപരിഷ്കൃതനായ വെറും അറബി മാത്രമാണ്. ആ അറബിയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു വിലയും ജീവിതത്തിൽ കൊടുത്തിരുന്ന ആളല്ല. പെൺമക്കൾ ഉണ്ടാകുന്നത് നാണക്കേടാണെന്ന് കരുതിയിരുന്ന ഒരു നിരക്ഷര അറബി. അതുകൊണ്ട് അള്ളാഹുവിനെ ലോക്കൽ ദൈവത്തിൽ നിന്നും ഇൻ്റർനാഷണൽ ദൈവമാക്കി ഉയർത്താൻ മുഹമ്മദ് ആദ്യം ചെയ്തത് നൂറ്റാണ്ടുകളായി അറബികൾ വിശ്വസിച്ചു പോന്നിരുന്ന അള്ളാഹുവിൻ്റെ 3 പെൺമക്കളെ അള്ളാഹുവിനെ കൊണ്ട് ഉപേക്ഷിപ്പിക്കുക എന്നതായിരുന്നു. ലോക്കൽ ദൈവത്തിൽ നിന്നും ഇൻ്റർനാഷണൽ ദൈവമായി മാറുമെന്ന് കണ്ടപ്പോൾ അള്ളാഹു നിഷ്കരുണം തൻ്റെ 3 പെൺമക്കളെ തള്ളിപ്പറഞ്ഞു. അത് നമുക്ക് സൂറ 53 19 മുതൽ 22 വരെയുള്ള ഭാഗത്ത് കാണാം. ഞാനത് വായിക്കാം. ലാത്തയെയും ഉസയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ 3ാമതായുള്ള മനാത്തയെപ്പറ്റിയും സന്താനമായി നിങ്ങൾക്ക് ആണും അള്ളാഹുവിന് പെണ്ണുമാണെന്നോ? എങ്കിലത് നീതിയില്ലാത്ത ഒരു ഓഹരി വയ്ക്കൽ തന്നെ. സൂറ 53 19 മുതൽ 22 വരെ. ലാത്തയെയും ഉസയെയും മനാത്തയെയും പറ്റി ചിന്തിച്ചു നോക്കാനാണ് ഇവിടെ പറയുന്നത്. ലാത്തയെയും ഉസയെയും മനാത്തയെയും പറ്റി ചിന്തിച്ചാൽ എന്ത് ആത്മീയ പരിജ്ഞാനമാണ് ഇന്നൊരു മുസ്ലിമിന് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. പിന്നെന്തിനാണ് അവരെ പറ്റി ചിന്തിക്കേണ്ടതെന്ന് തിരിച്ചു ചോദിക്കാൻ ബുദ്ധിയും ബോധവുമുള്ള ഒരുത്തനും ഇസ്ലാമിനകത്തില്ല. നിങ്ങൾ ഈ വാക്യം സൂക്ഷ്മമായി ഒന്ന് വിചിന്തനം ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടും. അള്ളാഹുവിന് 3 മക്കളുള്ളതല്ല ഇവിടെ പ്രശ്നം. അത് 3 പെൺമക്കളായിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. പെൺമക്കൾ അതൊന്നും രണ്ടുമല്ല, 3 പെൺമക്കൾ. അറബികൾക്കാണെങ്കിലോ ആൺമക്കളും. തനിക്ക് ആൺമക്കളൊന്നും ഉണ്ടാകാതെ ഉണ്ടായത് 3 പെൺമക്കളായതിന് അറബികളെ ചീത്ത വിളിക്കുകയാണ് അള്ളാഹു. ഇതിന് അറബികൾ എന്ത് പഴച്ചു? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്കുള്ളതെല്ലാം പെൺമക്കൾ, നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾക്കെല്ലാം ആൺമക്കൾ. നിങ്ങൾക്ക് പെൺമക്കളും നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾക്ക് ആൺമക്കളും ആയതിൻ്റെ പേരിൽ നിങ്ങൾ അയൽവക്കക്കാരനെ ചീത്ത വിളിക്കാൻ പോകും. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെന്ന് വിചാരിക്കും. നിങ്ങൾക്കുള്ളതെല്ലാം ആൺമക്കൾ, നിങ്ങളുടെ അയൽക്കാരനുള്ളതെല്ലാം പെൺമക്കൾ. അതിൻ്റെ പേരിൽ അയാൾ നിങ്ങളെ ചീത്ത വിളിക്കാൻ വരുമോ? വരുമോ? ഇനി വന്നാൽ തന്നെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുമോ? ബുദ്ധിയും ബോധവുമുള്ള ഒരുത്തൻ ചെയ്യുന്ന പരിപാടിയല്ലല്ലോ അത്. തനിക്ക് 3 പെൺമക്കളായി പോയതിന് അള്ളാഹു ഒരു കാര്യവുമില്ലാതെ അറബികളെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് ആൺമക്കളൊന്നുമില്ലാതെ 3 പെൺമക്കൾ മാത്രം ഉള്ളത് മുഹമ്മദിന് നാണക്കേടായി തോന്നി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ആയത്തുകളിറക്കി ആ പെൺമക്കളുടെ ശല്യം മുഹമ്മദ് അവസാനിപ്പിച്ചു. വേറൊരു ആയത്ത് കൂടിയുണ്ട്, ഞാനത് വായിക്കാം. എന്നാൽ നബിയെ, നീ അവരോട്, അതായത് ബഹുദൈവ വിശ്വാസികളോട് അഭിപ്രായം ആരായുക. നിൻ്റെ രക്ഷിതാവിന് പെൺമക്കളും അവർക്ക് ആൺമക്കളുമാണോ എന്ന്. അതല്ല, നാം മലക്കുകളെ സ്ത്രീകളായി സൃഷ്ടിച്ചതിന് അവർ ദൃക്സാക്ഷികളായിരുന്നോ? അറിഞ്ഞേക്കുക, അവർ പറയുന്നത് തീർച്ചയായും അവരുടെ വ്യാജനിർമ്മിതിയിൽപ്പെട്ടതാകുന്നു. അള്ളാഹു സന്തതികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെന്ന്. തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെയാകുന്നു. ആൺമക്കളെക്കാൾ ഉപരിയായി അവൻ പെൺമക്കളെ തിരഞ്ഞെടുത്തുവെന്നോ? നിങ്ങൾക്ക് എന്തു പറ്റി? എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്? സൂറ 37 149 മുതൽ 154 വരെ. ഇവിടെയും മുഹമ്മദിന് പ്രശ്നം അള്ളാഹുവിന് പെൺമക്കളും അറബികൾക്ക് ആൺമക്കളുമായതാണ്. പിന്നെ അള്ളാഹുവിന് സന്തതികൾ ഉണ്ടെന്നുള്ളതും മുഹമ്മദിന് പ്രശ്നമാണ്. അള്ളാഹുവിന് ഒരു സന്തതിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആൺസന്തതി ആയിരുന്നെങ്കിൽ മുഹമ്മദിനും അള്ളാഹുവിനും ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. മുഹമ്മദിനോട് ആ കാര്യം പറയാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. സൂറ 43 81. നീ പറയുക, പരമകാരുണികന് സന്താനമുണ്ടായിരുന്നെങ്കിൽ ഞാനായിരിക്കും അതിനെ ആരാധിക്കുന്നവരിൽ ഒന്നാമൻ. സൂറ 43 81 പറയുന്നത് കേട്ടോ. അള്ളാഹുവിന് ഒരേ ഒരു സന്താനം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, സന്തതികളല്ല, സന്താനം, ഏകവചനം. അങ്ങനെ
ഒരേ ഒരു സന്താനം മാത്രമേ അള്ളാഹുവിന് ഉണ്ടായിരുന്നുള്ളൂ. അത് ആൺ സന്താനമായിരുന്നെങ്കിൽ അഥവാ പുത്രനായിരുന്നെങ്കിൽ ആ പുത്രനെ ആരാധിക്കുന്നതിൽ ഞാനായിരുന്നേനെ ഒന്നാമൻ എന്ന് പറയാനാണ് ഇവിടെ മുഹമ്മദിനോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അള്ളാഹുവിന് പുത്രനല്ല പുത്രിമാരാണുള്ളത്. അത് ഒന്നല്ല 3 എണ്ണം. എന്തുകൊണ്ടാണ് അള്ളാഹുവിന് പുത്രനില്ലാത്തതെന്ന് അറിയാമോ? അതും ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ല. അതാണ് കാര്യം. ഗേൾ ഫ്രണ്ട് ഇല്ല. ഞാനിത് തമാശയായിട്ട് പറഞ്ഞതല്ല. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറ 6:101. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് അവൻ. അവന് എങ്ങനെ ഒരു സന്താനമുണ്ടാകും? അവനൊരു കൂട്ടുകാരിയുമില്ലല്ലോ. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനുമാണ്. സൂറ 6:101. ഇവിടെ പറയുന്നത് കേട്ടോ, അള്ളാഹുവിനൊരു കൂട്ടുകാരിയില്ലല്ലോ എന്നാണ്. അല്ലാതെ ഒരു ഭാര്യ ഇല്ലല്ലോ എന്നല്ല. അള്ളാഹുവിന് സന്താനം ഉണ്ടാക്കാൻ ഭാര്യ വേണമെന്നൊന്നുമില്ല. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായാലും മതി. കല്യാണത്തിന് മുമ്പേ കുട്ടികൾ ഉണ്ടാകുന്നതിൽ തെറ്റ് കാണുന്നവനല്ല അള്ളാഹു എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അതുപോലും അള്ളാഹുവിന് കിട്ടിയില്ല. ഒരു ഗേൾ ഫ്രണ്ടിനെ പോലും കിട്ടാതെ ഒറ്റപ്പെട്ടു പോയത് കൊണ്ടായിരിക്കണം അള്ളാഹുവിനെ ഏകനെന്ന് വിളിക്കുന്നത് എന്നാരെങ്കിലും പറഞ്ഞാൽ അയാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. ഗേൾ ഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു പുത്രനെ ഉണ്ടാക്കാൻ കഴിയാത്ത അള്ളാഹുവിന് എങ്ങനെയാണ് 3 പുത്രിമാരുണ്ടായതെന്ന് സത്യം പറഞ്ഞാൽ ഞാനും കുറേ ആലോചിച്ച് നോക്കിയ കാര്യമാണത്. അവസാനം ഖുർആനിൽ നിന്ന് തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. ആ 3 എണ്ണം അള്ളാഹുവിൻ്റെ ബയോളജിക്കൽ സന്തതികളല്ല, ദത്തുപുത്രിമാരാണ്. അള്ളാഹു ദത്തെടുത്തിരിക്കുന്നതാണ്. സൂറ 72:3 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ രക്ഷിതാവിൻ്റെ മഹത്വം ഉന്നതമാകുന്നു, അവൻ കൂട്ടുകാരിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. സൂറ 72:3. ഇനി സൂറ 17:111 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളിയില്ലാത്തവനും നിന്ദ്യതയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് സ്തുതി എന്ന് നീ പറയുകയും അവനെ ശരിയാവണ്ണം മഹത്വപ്പെടുത്തുകയും ചെയ്യുക. സൂറ 17:111. ഇവിടെ 2 ഇടത്തും നാം കാണുന്നത് സന്താനത്തെ ജനിപ്പിക്കുന്ന കാര്യമല്ല, സന്താനത്തെ സ്വീകരിക്കുന്ന കാര്യമാണ്. സന്താനത്തെ ജനിപ്പിക്കാനുള്ള കഴിവൊന്നും അള്ളാഹുവിനില്ല. പിന്നെയുള്ള ഓപ്ഷൻ സന്താനത്തെ സ്വീകരിക്കുക, ദത്തെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു ദത്തെടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹു ആൺകുഞ്ഞിനെ അല്ലെങ്കിൽ പുത്രനെ ദത്തെടുത്തില്ല, ഒരു സന്താനത്തെ ദത്തെടുത്തില്ല. പകരം എന്ത് ചെയ്തു? പുത്രിമാരെ ദത്തെടുത്തു, സന്തതികളെ ദത്തെടുത്തു. 3 പുത്രിമാരെ, ലാത്തയെയും ഉസയെയും മനാത്തയെയും. അതാണ് അള്ളാഹു ചെയ്തത്. അള്ളാഹുവിന് അല്പം ദീർഘവീക്ഷണം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഈ ആൺമക്കളാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. വലുതായി കഴിഞ്ഞാൽ അവന്മാർ അവരുടെ പാട് നോക്കിപ്പോകും. വയസ്സാം കാലത്ത് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തരണമെങ്കിൽ പെമ്മക്കൾ അടുത്തുണ്ടായാലേ പറ്റൂ എന്ന് അള്ളാഹുവിന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കണം അള്ളാഹു പുത്രനെ ദത്തെടുക്കാതെ 3 പെൺമക്കളെ ദത്തെടുത്തത് എന്നൊരാൾ ഊഹിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അയാളെ തെറ്റ് പറയാൻ പറ്റുക? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാളെ തെറ്റ് പറയാൻ പറ്റുമോ? എന്തായാലും എനിക്ക് പറ്റില്ല കേട്ടോ. അയാളുടെ ഊഹം ശരിയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ആയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു തള്ളൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്ദ്യതയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു എന്നാണ് തള്ളിയിരിക്കുന്നത്. ഈ ആയത്ത് ഇതിനു മുമ്പ് പലവട്ടം വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഈ ആയത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ ചിരിച്ചു പറഞ്ഞതിന് കണക്കില്ല. അള്ളാഹുവിൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഖുർആനിൻ്റെയും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് അവൻ്റെ കഴുത്തറക്കാനും അവൻ്റെ കയ്യും കാലും വെട്ടാനും അതല്ലെങ്കിൽ അവനെതിരെ കേസ് കൊടുത്ത് അവനെ ജയിലിലടയ്ക്കാനും മുസ്ലിങ്ങൾ ഇറങ്ങുന്നത് കൊണ്ടാണ് കുറേ മുസ്ലിങ്ങളുടെയെങ്കിലും മനസ്സിൽ അള്ളാഹു ഇപ്പോഴും ദൈവമായിട്ടുള്ളത്. അതായത് നിന്ദ്യതയിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷിക്കാൻ മുസ്ലിങ്ങൾ വേണം, അതല്ലെങ്കിൽ കാഫിറുകളുടെ നാട്ടിലെ നിയമമോ പോലീസോ കോടതിയോ വേണം. അല്ലാതെ അള്ളാഹുവിന് ഒരിക്കലും തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള ശേഷിയില്ല, കഴിവില്ല. തൻ്റെ പുസ്തകം വെച്ചിട്ടെങ്കിലും ഇതിനൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹോവയ്ക്കെതിരെയൊക്കെ ആയിട്ട് ധാരാളം ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾ ആരെയും തല്ലാനോ കൊല്ലാനോ വെട്ടാനോ ഒന്നിനും പോകുന്നില്ല. പകരം ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ബൈബിളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ തെളിവെടുത്ത് കൊടുക്കുന്നത്. യഹോവയ്ക്കെതിരെ നിങ്ങളുടെ ആരോപണം ഉന്നയിക്കുമ്പോൾ യഹോവ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം ബൈബിളിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നാണ് ഞങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നത്. ഇന്ന കാരണം കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ വേറെ എന്തായിക്കോട്ടെ, ബൈബിളിനെതിരായിട്ട് അല്ലെങ്കിൽ ബൈബിളിലെ ദൈവത്തിനെതിരായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബൈബിൾ വെച്ച് തന്നെ ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ചരിത്രത്തിലേക്ക് ഞങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ചരിത്രത്തിലേക്ക് ഞങ്ങൾ പോയില്ലെങ്കിൽ പോലും ബൈബിൾ വെച്ച് തന്നെ ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും സംഗതി ഇന്നതാണെന്ന്. ആ കഴിവ് അള്ളാഹുവിനില്ല. ഖുർആനോ ഹദീസുകളോ വെച്ച് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ സുബോധമുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പാകെ
ആ കാര്യത്തിന് വിശദീകരണം കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവർ കൊല്ലാനും വെട്ടാനും ഒക്കെ ഇറങ്ങുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ടാണ് ഈ തള്ളിയിരിക്കുന്നത്. നിന്ദ്യതയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്ത ആളാണ്. വാസ്തവത്തിൽ മുസ്ലിങ്ങൾ രക്ഷകൻ്റെ റോളിൽ ഇറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് അള്ളാഹു ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ലോക്കൽ ഗോത്രദേവനിൽ നിന്നും ഇൻ്റർനാഷണൽ ദൈവമാകാനുള്ള വ്യഗ്രതയിൽ സ്വന്തം പെൺമക്കളെ വരെ തള്ളിക്കളയാൻ അള്ളാഹു തയ്യാറായപ്പോൾ അതിനുവേണ്ടി ഇറക്കിയ സൂറ ഇഖ്ലാസിലെ ആയത്തിലൂടെ അള്ളാഹു ആരാണ് എന്നുള്ള കാര്യം അള്ളാഹു പോലും അറിയാതെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളായ നാം വ്യക്തമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത്. അതുകൂടി ഞാനൊന്ന് വിശദീകരിച്ച് തരാം. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല എന്ന ആയത്തിനെ സൂക്ഷ്മതലത്തിൽ വിചിന്തനം ചെയ്യുമ്പോൾ ബൈബിളിലെ ദൈവമല്ല ഖുർആനിലെ അള്ളാഹു എന്ന് ഏതൊരാൾക്കും പിടികിട്ടും. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ ആരുടെയും പിതാവല്ല എന്നതാണ്. അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ ആരുടെയും പുത്രനല്ല എന്നുമാണ്. ബൈബിളിലെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമാണ്. പിതൃത്വവും പുത്രത്വവും ബൈബിളിലെ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരുടെ പിതാവാണ്. യേശുക്രിസ്തു ആ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ്. എന്നാൽ അള്ളാഹു അവകാശപ്പെടുന്നത് അവൻ ആരുടെയും പിതാവല്ലെന്നാണ്. ഈ അവകാശവാദത്തിൽ നിന്ന് തന്നെ യഹോവയും അള്ളാഹുവും ഒരാളല്ലെന്ന് തെളിയുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് അനുസരണവും ബഹുമാനവും കീഴ്പ്പെടലും സ്നേഹവും ആവശ്യപ്പെടാൻ കഴിയുന്നത് സ്വന്തം ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ മാത്രമാണ്. ആദ്യം പറഞ്ഞ 3 അതായത് അനുസരണവും ബഹുമാനവും കീഴ്പ്പെടലും തൻ്റെ ജോലിക്കാരിൽ നിന്നോ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഒക്കെ ആവശ്യപ്പെടാം. എന്നാൽ അവരിൽ നിന്ന് സ്നേഹം ആവശ്യപ്പെടാൻ അയാൾക്ക് കഴിയുകയില്ല. തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അയാൾക്ക് സ്നേഹം ആവശ്യപ്പെടാം, പക്ഷെ അവരിൽ നിന്ന് അനുസരണവും ബഹുമാനവും കീഴ്പ്പെടലും അയാൾക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. മനുഷ്യവർഗം അള്ളാഹുവിൻ്റെ മക്കളല്ല, അള്ളാഹു അവരുടെ പിതാവുമല്ല. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് അള്ളാഹുവിൻ്റെ അടിമകളാണ് മുസ്ലിങ്ങൾ. അടിമയിൽ നിന്ന് സ്നേഹം ആവശ്യപ്പെടാൻ ഉടമയ്ക്ക് സാധിക്കാത്തതുകൊണ്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന് ഖുർആനിൽ കൽപ്പനയില്ലാത്തത്. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന് കീഴ്പ്പെടണം എന്നേ ഖുർആനിൽ പറയുന്നുള്ളൂ, അല്ലാതെ സ്നേഹിക്കണം എന്ന് പറയുന്നില്ല. എന്നാൽ ബൈബിളിലെ ദൈവം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് തന്നെ സ്നേഹിക്കണം എന്നാണ്. ആവർത്തന പുസ്തകത്തിൽ നാം അതിങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യഹോവ ഏകനാണെന്ന് മാത്രം വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം എന്നാണ് കൽപ്പന. ഇങ്ങനെ ഒരു കൽപ്പന നൽകാൻ ഖുർആനിലെ അള്ളാഹുവിന് കഴിയുകയില്ല. കാരണം ഖുർആനിലെ അള്ളാഹു മനുഷ്യനെ അടിമയാക്കാൻ നടക്കുന്നവനാണ്, മനുഷ്യനെ കീഴ്പ്പെടുത്താൻ നടക്കുന്നവനാണ്. അത് പിശാചിൻ്റെ സ്വഭാവമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ ബൈബിളിലെ ദൈവം മനുഷ്യരെ തൻ്റെ മക്കളാക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇതാണ് വ്യത്യാസം. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനേക്കാൾ, ഇപ്പോൾ ഈ പറഞ്ഞു വന്നതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അതിപ്രാധാന്യമാർന്നൊരു കാര്യം കൂടി ഈ ആയത്തിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ദൈവമെന്ന് അവകാശപ്പെട്ടു വന്ന അള്ളാഹു ദൈവത്തിൻ്റെ പിതൃത്വവും പുത്രത്വവും നിഷേധിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം നാം കണ്ടതാണ്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ പ്രകാരം പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരാണെന്നറിയാമോ? എതിർ ക്രിസ്തുവാണ്, ആൻറ്റി ക്രൈസ്റ്റാണ്. ആ വാക്യം ഞാൻ വായിക്കാം. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ. എതിർ ക്രിസ്തുക്കൾ പണ്ട് മുതലേ ഉണ്ട്. ഇതേ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു എന്ന്. എന്നാൽ അങ്ങനെയുള്ള ആ എതിർ ക്രിസ്തുക്കളെക്കുറിച്ചല്ല, എതിർ ക്രിസ്തുവായി വെളിപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ എതിർ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ലക്ഷണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? 2 കാര്യങ്ങളാണ് പറയുന്നത്. 1, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കും. 2, പിതാവിനെയും പുത്രനെയും നിഷേധിക്കും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം. ഇസ്ലാം യേശുവിനെ മശിഹയായി അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈസാ മസീഹ് എന്നാണല്ലോ ഖുർആനിലെ ആ കഥാപാത്രത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ ഇസ്ലാം ഒരിക്കലും എതിർ ക്രിസ്തുവിൻ്റെ മതം ആകില്ല എന്നൊരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം.
ക്രിസ്തു അഥവാ മശിഹ എന്ന് പറയുന്നത് ഒരു പേരല്ല, ഒരു ടൈറ്റിലാണ്, ഒരു പദവിനാമമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ മുഖ്യമന്ത്രി എന്നുള്ളത് ഒരു ടൈറ്റിലാണ്. എന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്, വ്യക്തിനാമമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ അതൊരു ടൈറ്റിലാണ്, അതൊരു വ്യക്തിയുടെ പേരല്ല. ഈ മശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കേണ്ടതിന് അഭിഷേകം ചെയ്യപ്പെടുന്നവനെയാണ് മശിഹ അഥവാ ക്രിസ്തു എന്ന് വിളിക്കുന്നത്. ഇസ്രായേലിൽ 3 കൂട്ടരെ, അതായത് രാജാവിനെയും പുരോഹിതനെയും പ്രവാചകനെയും അഭിഷേകം ചെയ്തിരുന്നതായി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3 വ്യത്യസ്തമായ ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ 3 കൂട്ടരെ അഭിഷേകം ചെയ്തിരുന്നത്. നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് രാജാക്കന്മാർക്കുണ്ടായിരുന്നത്. ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ യാഗം കഴിക്കുകയും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് പുരോഹിതന്മാർക്കുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ വചനം ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങളോ രാജാക്കന്മാരോ പുരോഹിതന്മാരോ വഴിതെറ്റിപ്പോയാൽ അവരെ താക്കീത് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറേണ്ടതിനുള്ള വേറെ എന്തെങ്കിലും പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരെയും മശിഹ അഥവാ അഭിഷിക്തൻ എന്ന് വിളിച്ചിരുന്നു. ജാതീയ രാജാവായ കോരശ് അഥവാ സൈറസിനെ മശിഹ എന്ന് യെശയ്യാവ് 45:1 വിളിച്ചിട്ടുണ്ട്. ബാബിലോൺ പിടിച്ചടക്കുകയും അവിടെ പ്രവാസികളായിരുന്ന യഹൂദ ജനത്തെ മോചിപ്പിച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് സൈറസിന് ഉണ്ടായിരുന്നത്. അപ്പോൾ മശിഹ അഥവാ ക്രിസ്തു എന്ന ടൈറ്റിൽ ഒരാൾക്ക് നൽകുന്നത് അയാൾ ചെയ്യുന്ന ദൗത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്തായിരുന്നു? അത് യോസേഫിൻ്റെ മുമ്പാകെ പ്രത്യക്ഷനായ ദൂതൻ യോസേഫിനോട് പറയുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്നാണ് ഗബ്രിയേൽ ദൂതൻ യോസേഫിനോട് പറഞ്ഞത്. മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന ദൗത്യത്തിന് വേണ്ടിയാണ് പിതാവായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത് അഥവാ ക്രിസ്തു ആക്കിയത്. ആ ദൗത്യം അവൻ നിറവേറ്റിയത് കാൽവരി ക്രൂശിലാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറി മരിച്ചു, അടക്കപ്പെട്ടു, 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. ഈ രക്ഷാകര ദൗത്യത്തെ ഇസ്ലാം നിഷേധിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ യേശു കുരിശിൽ മരിക്കുകയോ അടക്കപ്പെടുകയോ ഉയർത്തെഴുന്നേൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ്. മദ്രസ ചെല്ലുമ്പോൾ ആദ്യം മുതലേ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഇവർ യേശുവിനെ മസീഹ് എന്ന് വിളിക്കുകയും മശിഹയുടെ ദൗത്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഫലത്തിൽ അവർ പറയുന്നത് യേശു മശിഹ അല്ല അഥവാ ക്രിസ്തു അല്ല എന്നാണ്. കാരണം ക്രിസ്തുവിൻ്റെ ആ ദൗത്യത്തെ അവർ നിഷേധിക്കുകയാണ്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കും എന്നുള്ള രണ്ടാമത്തെ കാര്യം നോക്കാം. ഇസ്ലാം ഒഴികെ ലോകത്ത് വേറെ ഒരു മതവിഭാഗവും യേശുക്രിസ്തുവിൻ്റെ പുത്രത്വവും ദൈവത്തിൻ്റെ പിതൃത്വവും നിഷേധിക്കുന്നവരായിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വം നിഷേധിക്കുന്ന അനേകം കൾട്ടുകൾ ലോകത്തുണ്ട്. പക്ഷെ അവയൊന്നും ദൈവത്തിൻ്റെ പിതൃത്വത്തെ തള്ളിപ്പറയുന്നില്ല. എന്നാൽ ഇസ്ലാം മാത്രം ദൈവത്തിൻ്റെ പിതൃത്വവും യേശുക്രിസ്തുവിൻ്റെ പുത്രത്വവും ഒരേപോലെ നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിക്കുന്നത് എതിർ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ലക്ഷണമായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എതിർ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള 3ാമതൊരു ലക്ഷണവും യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 7-ാം വാക്യം: യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 7-ാം വാക്യം. ദൈവം ജഡശരീരത്തിൽ മനുഷ്യനായി വന്നവനാണ് യേശുക്രിസ്തു എന്ന് ആരാണോ സ്വീകരിക്കാതിരിക്കുന്നത് അത് എതിർ ക്രിസ്തുവാണ്. ദൈവം മനുഷ്യനായി വന്നവനാണ് യേശുക്രിസ്തു എന്നുള്ള പഠിപ്പിക്കലിനെ ഇസ്ലാം അതിശക്തമായി നിഷേധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എതിർ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ബൈബിൾ എന്തൊക്കെ ലക്ഷണങ്ങളാണോ പറയുന്നത് അതെല്ലാം കൃത്യമായി യോജിച്ചു വരുന്ന ലോകത്തിലെ ഒരേ ഒരു മതവിഭാഗം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് എതിർ ക്രിസ്തു വരുന്നത് ഇസ്ലാം മതത്തിൽ നിന്നായിരിക്കും. ഇനി വീണ്ടും വരുമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന ഈസാ നബി ഉണ്ടല്ലോ, അവനാണ് എതിർ ക്രിസ്തു. ക്രിസ്തു ആണെന്നും പറഞ്ഞ് ധാരാളം പേര് ലോകത്ത് ഇതുവരെ വന്നിട്ടുണ്ട്. ഇപ്പോഴും കുറേ എണ്ണം ക്രിസ്തു ആണെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്, റഷ്യയിലും അവിടെ ഇവിടെയൊക്കെ. ഇവരെല്ലാം എതിർ ക്രിസ്തുക്കളാണ്. മുമ്പ് വന്നവരെല്ലാം എതിർ ക്രിസ്തുക്കളായിരുന്നു. ഇന്നങ്ങനെ ആണെന്ന് പറയുന്നവരൊക്കെ എതിർ ക്രിസ്തുക്കളാണ്. എന്നാൽ ഇവർക്ക് ആർക്കും അധികം പേരെ തങ്ങളുടെ അടുക്കിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് കാലത്തുള്ളവരായാലും ഇപ്പോൾ ഉള്ളവരായാലും കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ ഈ പണ്ട് കാലത്ത് ഞാൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞു വന്ന ആളുകൾ അവരൊക്കെ മരിച്ചതോടുകൂടി അവരുടെ അനുയായികൾ ചിതറിപ്പോവുകയൊക്കെ ഉണ്ടായി. ഇപ്പോഴും നിലനിൽക്കുന്നതിനെ തന്നെ ചെറിയ കൂട്ടമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈസാ നബിയുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ല.
അവനെ കാത്തിരിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വെളിപ്പെടുമ്പോൾ ഇതിനു മുമ്പുണ്ടായ എതിർ ക്രിസ്തുക്കളെ പോലെ ആയിരിക്കില്ല അവൻ്റെ കാര്യം. കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെല്ലാം സുന്നി എന്നോ ഷിയ എന്നോ ഉള്ള വ്യത്യാസങ്ങൾ മറന്ന് അവൻ്റെ പിന്നിൽ അണിനിരക്കും. അവൻ തന്നെയാണ് യഥാർത്ഥ ക്രിസ്തു എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോകത്തക്കവണ്ണം അവൻ പൈശാചികമായ ശക്തിയാൽ അടയാളങ്ങൾ പ്രവർത്തിക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്നവർ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്. സൂറ ഇഖ്ലാസിലെ അവസാന ഭാഗത്തുള്ളത് അവന് തുല്യനായി ആരും ഇല്ലതാനും എന്ന പ്രസ്താവനയാണല്ലോ. ഇതിനോട് ഞങ്ങൾക്ക് ആർക്കും ഒരു വിയോജിപ്പും ഇല്ല. അല്ലാഹുവിന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവമെന്ന് അവകാശപ്പെടുകയും ഒരു മനുഷ്യൻ്റെയെങ്കിലും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്ന വേറെ ഏതെങ്കിലും ദൈവസങ്കല്പത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാതെ എപ്പോഴും മറ്റുള്ളവർ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന ദുരിതാവസ്ഥയിലുള്ള ഗതികെട്ട ഒരു ദൈവസങ്കല്പം ലോകത്ത് വേറെ ഉണ്ടോ? ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത കാരണം കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് കരയുന്ന ഒരു ദൈവസങ്കല്പം അല്ലാഹു അല്ലാതെ വേറെ ഉണ്ടോ? സ്വന്തം പ്രവാചകന് പോലും സമാധാനം കൊടുക്കാൻ കഴിയാതെ പ്രവാചകന് സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസികളോട് അഭ്യർത്ഥിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ദൈവസങ്കല്പം വേറെ ഏതെങ്കിലും മതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സ്വന്തം പ്രവാചകന് പോലും ആത്മരക്ഷയുടെ കാര്യത്തിൽ ഉറപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒരു ദൈവസങ്കല്പം വേറെ ഉണ്ടോ? 6 വയസ്സ് പോലും തികയാത്ത പിഞ്ചു കുഞ്ഞിനെ തൻ്റെ പ്രവാചകന് കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ള ഒരു ദൈവസങ്കല്പം അല്ലാഹു അല്ലാതെ വേറെ ഏതാണുള്ളത്? സ്വന്തം വളർത്തുമകൻ്റെ ഭാര്യയുടെ നഗ്നത തൻ്റെ പ്രവാചകൻ കണ്ടപ്പോൾ അവളിൽ അദ്ദേഹത്തിന് മോഹം തോന്നിയെന്ന് മനസ്സിലാക്കി അവളെയും പ്രവാചകന് കെട്ടിച്ചു കൊടുത്ത ഒരു ഹീന ദൈവസങ്കല്പം അല്ലാഹു അല്ലാതെ വേറെ ഏതാണുള്ളത്? സ്വന്തം പ്രവാചകൻ്റെ ഭാര്യമാർ തമ്മിലുള്ള അടുക്കളപ്പോരിൽ പോലും ഇടപെട്ട് ആയത്തിറക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും ദൈവസങ്കല്പം ഉണ്ടോ ഈ അല്ലാഹു അല്ലാതെ? നിൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നവൻ നിന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ പോയി അവനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ദൈവസങ്കല്പം അല്ലാഹു അല്ലാതെ വേറെ ഉണ്ടോ? സ്വന്തം പ്രവാചകൻ ഒരു യഹൂദ സ്ത്രീ വിഷം ചേർത്ത് ആട്ടിറച്ചി കൊടുത്തപ്പോൾ തടയാനോ പ്രവാചകന് മുന്നറിയിപ്പ് കൊടുക്കാനോ ഒന്നും സാധിക്കാതെ തൻ്റെ പ്രവാചകൻ വിഷം ചേർത്ത മട്ടൻ തട്ടുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു ദൈവസങ്കല്പം ഈ അല്ലാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ലോക്കൽ ഗോത്ര ദൈവത്തിൽ നിന്നും പ്രൊമോഷൻ കിട്ടി ഇൻ്റർനാഷണൽ ദൈവമാകാനുള്ള ചാൻസ് വന്നപ്പോൾ സ്വന്തം പെൺമക്കളെ വരെ തള്ളിപ്പറയാൻ യാതൊരു ഉളുപ്പും കാണിക്കാതിരുന്ന ഒരു ദൈവസങ്കല്പം വേറെ ഏതെങ്കിലും മതത്തിലുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ? മറ്റു മതങ്ങളിലുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പ്രവാചകന്മാരെയും ഒക്കെ കോപ്പിയടിച്ച് മോഷ്ടിച്ചെടുത്ത് സ്വന്തമാണെന്നും പറഞ്ഞ് അവതരിപ്പിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും ദൈവസങ്കല്പം ഉണ്ടോ അല്ലാഹു അല്ലാതെ? ഇല്ലേ, ഇല്ല. ഇങ്ങനെ എണ്ണി പറയാൻ നിന്നാൽ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഇമാതിരി വൃത്തികേടുകളിലും ഗതികേടുകളിലും അല്ലാഹുവിന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന്. അതുകൊണ്ട് സൂറ ഇഖ്ലാസിൽ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത്ര ഗതികെട്ടൊരു ദൈവസങ്കല്പം വേറെയില്ല. അക്കാര്യത്തിൽ അല്ലാഹുവിന് തുല്യനായി ഒരാളുമില്ല. മനസ്സിലായോ? ഒരാളും ഇല്ല. ചുമ്മാ തള്ളു മാത്രമേ ഉള്ളൂ, തള്ളിനപ്പുറത്തൊന്നുമില്ല അല്ലാഹുവിൻ്റെ കാര്യത്തിൽ. ഈ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. സൂറ ഇഖ്ലാസ് എന്തോ മഹാസംഭവമാണെന്ന് വിചാരിച്ച് കാലം കഴിക്കുന്ന മുസ്ലിങ്ങളോട് പറയട്ടെ, ആഴത്തിൽ പരിശോധനാ വിധേയമാക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും സൂറ ഇഖ്ലാസ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മഹാസംഭവമൊന്നുമല്ല, മറിച്ച് സത്യദൈവത്തിനെതിരായി പിശാച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അധ്യായമാണ് അതെന്ന്. അതുകൊണ്ട് ഇനിയെങ്കിലും പിശാചിനെ ആരാധിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ സത്യദൈവത്തിലേക്ക് വരിക. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല, മുഹമ്മദും നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. ലോകത്ത് വേറെ ഒരാൾക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയാത്ത ഒരു മഹാകാര്യം. ഈ ലോകത്തെ മുഴുവൻ ധനവും നിങ്ങളുടെ കൈവശമായാലും ആ ധനം കൊടുത്ത് നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത ഒന്നാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറാൻ കഴിയുന്ന ഭാഗ്യാവസ്ഥയുണ്ടല്ലോ, അതാണ് യേശു ക്രിസ്തു നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെ ദൈവമക്കളാക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്. നിങ്ങളെ നീതീകരിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായി അംഗീകരിക്കുക. പാപമോചനം ലഭിച്ച് ദൈവമക്കളായി മാറുക. അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നത് ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്ന് എനിക്കറിയാം. ഞാനൊരു അടിമയാണെന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകുക. എന്നാൽ ഞങ്ങൾക്ക് ദൈവം എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത വേറെയാണ്. സ്നേഹനിധിയായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങൾക്ക് വേണ്ടി പിശാചിനെ തോൽപ്പിച്ചവൻ, ഞങ്ങളെ കരുതുന്നവൻ, ഞങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവൻ, ഞങ്ങളുടെ രക്ഷാനായകൻ, ഞങ്ങളുടെ എല്ലാം. ദൈവമെന്ന് കേൾക്കുമ്പോൾ ഞങ്ങളിലുണ്ടാകുന്നത് ഈ ചിന്തകളും വികാരങ്ങളുമാണ്. അല്ലാതെ
മരണശേഷം എൻ്റെ അവസ്ഥ എന്താകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ഭയം മാത്രം ഹൃദയത്തിൽ അങ്കുരിപ്പിക്കുന്ന വിധത്തിൽ നരകത്തിലിട്ട് പൊരിക്കുമോ എന്ന ഭീതിയിൽ ജീവിതം തള്ളി നീക്കുന്ന നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ. അതുകൊണ്ടാണ് ഈ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ചെയ്യുന്നത്. യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യേശുക്രിസ്തു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആ നിത്യസമാധാനം അതെന്താണെന്ന് ഞങ്ങൾക്കറിയാം. ആ അറിവിൻ്റെ, ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് തിരുവചനം പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളത് അനുഭവിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനത്തിൻ്റെയും ഞങ്ങളുടെ അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലാണ് ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവമക്കളാകുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു പരമ്പരയുണ്ടല്ലോ, കുണ്ടുകളടക്കമുള്ള 3 അച്ഛന്മാർ ഇമാമുമാരുമായി ചേർന്ന് നടത്തിയ സംയുക്ത പ്രസ്താവന. ആ സംയുക്ത പ്രസ്താവനയുടെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ സൂറ ഇഖ്ലാസ് വിശദമായി പരിശോധിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ 3 അച്ഛന്മാർ ക്രൈസ്തവ സമൂഹത്തോട് ചെയ്ത ദോഷം എത്ര വലുതാണെന്ന്. പിശാചിനോട് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനോടാണ് ഇവർ പോയിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത്. എതിർ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ വേണ്ടി ബൈബിൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ വെച്ചിരിക്കുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങളാണോ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്, ആ ലക്ഷണങ്ങളെല്ലാം കൃത്യമായി നിറവേറുന്ന ഇസ്ലാമിനെ അങ്ങനെ തന്നെ ഇവർ കൂടെ കൂട്ടിയിട്ട് പറയുകയാണ്, നമ്മളൊക്കെ ഒരേ ദൈവത്തെ ആരാധിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളും അതും തമ്മിൽ നല്ല ബന്ധമാണ്. ഇത് നമ്മൾ അതിൻ്റെ ആ കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോ മുതൽ പരിശോധിച്ച് നോക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി